السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان. الشمس والقمر بحسبان. الشمس والقمر بحسبان. സൂര്യനും ചന്ദ്രനും ഒരു പ്രത്യേക കണക്കനുസരിച്ചുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. ഇവിടെ അള്ളാഹു ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു എന്നെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ ഉടനെ പറഞ്ഞത് ശംസും ഖമറും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ പ്രത്യേകമായ നിശ്ചിത കണക്കിൽ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന്. ഈ ആയത്തുകൾ തമ്മിലുള്ള ബന്ധം, അപ്പൊ ഷംസ് ഖമർ എന്നത് ഖുർആനിൽ സൂര്യനെ കുറിച്ച് പരസ്യമായി 33 തവണ ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ചന്ദ്രനെ കുറിച്ച് 27 തവണയും പല സ്ഥലങ്ങളിലായി അല്ലാഹു തആല ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, ഈ രണ്ട് ദൃഷ്ടാന്തത്തിന് സെപ്പറേറ്റ് സൂറത്തുകൾ തന്നെ ഉണ്ട്. സൂറത്ത് ഷംസുണ്ട്, സൂറത്തുൽ ഖമറുണ്ട്. വിഷയത്തിന്റെ ഗൗരവമാണല്ലോ അതൊക്കെ അറിയിക്കുന്നത്. ഈ രണ്ട് ഗോളങ്ങളുടെ പേരിൽ പ്രത്യേക സൂറത്തുകളുണ്ട്. ഇതെന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ആളുകളുടെ ഹൃദയം ഇതിലേക്ക് തിരിയണം എന്നതുകൊണ്ടാണ്. സൂര്യൻ, ചന്ദ്രൻ എന്നത് ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തമാണ്. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ ഉള്ളത്. 12 കോടി മൈൽസുകൾക്കപ്പുറമാണ്, 15 കോടി കിലോമീറ്ററുകൾക്കപ്പുറമാണ് സൂര്യൻ ഉള്ളത്. ഏകദേശം 10 ലക്ഷം ഭൂമി സൂര്യനിൽ കൊണ്ടുപോയിടാൻ കഴിയും. സൂര്യന്റെ ഉള്ളിൽ 10 ലക്ഷം ഭൂമിയെ കൊണ്ടുപോയിടാൻ പറ്റും. അത്രയും വലിയ ഗോളമാണ് സൂര്യൻ. നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ സൂര്യനാണോ വലിയ ഗോളം? അല്ല. നമ്മുടെ ഈ ക്ഷീരപഥം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന മിൽക്കി വേ, അതിൽ തന്നെ 10,000 കണക്കിന് കോടി നക്ഷത്രങ്ങളാണ്. അതിൽ തന്നെയും സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ചെറുതായി കാണുന്ന എന്താ വെച്ചാൽ അത്ര അകലായതുകൊണ്ടാണ്. സൂര്യനെ വലുതായി കാണുന്ന, കുറച്ചും കൂടി വലുതായി കാണുന്നത് ഭൂമിയിലേക്ക് ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യനാണ്. അതുകൊണ്ടാണ് അതന്നെ 15 കോടി കിലോമീറ്റർ അപ്പുറം. 15 കോടി കിലോമീറ്റർ. ചന്ദ്രൻ അത്ര അകലില്ല. 3,84,000 കിലോമീറ്റർ ഉള്ളൂ ഭൂമിയിൽ നിന്ന് ചന്ദ്രന്റെ ദൂരം. അത്ര ഡിഫറൻസ് വന്നുകൊണ്ടാണ് ഗ്രഹണം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എങ്ങനെ വലിയൊരു സൂര്യനെ ചന്ദ്രന് മറക്കാൻ കഴിയില്ല. ഗ്രഹണം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. എന്നാലും ഞാൻ ആ ഭാഗം പറയല്ല. ഇത് വലിയ ദൃഷ്ടാന്താണ്. ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല നേരെ സൂര്യന്റെ ഭാഗത്ത് കിടക്കാൻ ചിന്തിച്ചോക്കാണ് നിങ്ങൾ. അതിന്റെ സൗന്ദര്യം. ഖുർആൻ പഠിപ്പിച്ചു. ഖുർആൻ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ 2 കാര്യം അവിടെ പഠനത്തിൽ വരും. ഒന്ന് ഖുർആൻ, മറ്റൊന്ന് ആരെയാണ് പ്രഥമമായി പഠിപ്പിച്ചത്? ഖുർആന്റെ സാഹിബ് മുഹമ്മദ് മുസ്തഫയാണ്. മുഹമ്മദ് മുസ്തഫ ആരാണ്? ആത്മീയ ലോകത്ത് സൂര്യനാണ്. അതിന് തെളിവ് ഖുർആനാണ്. ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജൻ മുനീറ. ഈ വാക്കനെയാണ് ഖുർആൻ സൂര്യനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, സിറാജ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഖുർആൻ നിങ്ങളെ പഠിപ്പിച്ചു, അതിന്റെ ആളിങ്ങൾക്ക് തന്നു. അപ്പൊ ഇത് മുഖേനൊന്നും പടച്ചോനെ മനസ്സിലാക്കാൻ ഭാഗ്യമില്ലാത്ത ആളുകള് മേപ്പെട്ട് നോക്കിയാ പോരെ, അവിടെ ഉണ്ടല്ലോ വേറൊരു സൂര്യൻ, അവിടെ ഉണ്ടല്ലോ വേറൊരു സൂര്യൻ. ഭൂമിയിൽ ഉദിച്ച സൂര്യനാണ് മുഹമ്മദ് മുസ്തഫ. ഭൂമിയിൽ അല്ലാഹു തആല മനുഷ്യ ഹൃദയത്തിന് വേണ്ടി പ്രകാശിപ്പിച്ച പ്രകാശഗോളമാണ് വിശുദ്ധ ഖുർആൻ. അത് ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചോനെ തിരിയാൻ ഭാഗ്യമില്ലാത്ത നിഷേധികളെ, നിങ്ങൾക്കും തിരിയുന്ന സൂര്യനല്ലേ ആ നിൽക്കുന്നത്. അതാണെങ്കിലോ പ്രത്യേക കണക്കനുസരിച്ചുകൊണ്ട് മാത്രം ചലിക്കുകയാണ്.
തെറ്റണില്ല. തെറ്റ് നിങ്ങളുടെ ജീവിത അപകടത്തിലല്ലേ, അത് തെറ്റണില്ല. നിശ്ചിത പ്രതാപശാലിയായ എല്ലാം കൃത്യമായി വ്യക്തമായി ശക്തമായി ഒപ്പിയെടുത്ത് അറിയുന്നവനായ അള്ളാഹുവാണ് അതിന്റെ പിറകിൽ എന്ന് സൂറത്ത് യാസീൻ പറയുന്നു. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു പറയുന്നു ഇതൊക്കെ നമുക്ക് അല്ലാഹു തആല അലങ്കാരമാക്കിയതാണ്. വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസാബിഹ. സൂര്യനെ കുറിച്ച് ചന്ദ്രനെ കുറിച്ചൊക്കെ മസാബിഹ് എന്നാ പറയുന്നത്. മസാബിഹ് അങ്ങനെ തന്നെയല്ലേ. സൂര്യനാവുന്ന വിളക്കാണ്ട് കത്തിയാൽ ഈ വിളക്കൊക്കെ അണക്കണം നമ്മൾ. അള്ളാന്റെ വിളക്ക് കത്തിയാൽ പിന്നെ മനുഷ്യന്മാരെ വിളക്കിന്റെ ആവശ്യമില്ല. സൂര്യനാവുന്ന വിളക്ക് പടച്ചവനാണ്ട് കത്തിച്ചാല് പിന്നെ നമ്മള് ഓഫാക്ക് വിളിച്ചായി. ഏതെങ്കിലും ആളുകൾ പകലില് വണ്ടി ഓടുമ്പോ ലൈറ്റ് ഇട്ട് കണ്ട് പോവോ? എന്നാ അള്ളാന്റെ വിളക്കാണ്ട് ഊതിയാലോ എത്ര ലൈറ്റ് ഇട്ടാലും ദഹിണില്ല. പടച്ചോനൊരു വിളക്ക് കത്തിച്ചാൽ ഭൂമിയിൽ മനുഷ്യന്മാരെ വിളക്കിന്റെ ആവശ്യമില്ല. പടച്ചോൻ ആ വിളക്കൊന്നാണ്ട് കത്തിയാല് അവിടെ കോടാനക്കോടി വിളക്കുകളാണ് കത്തുന്നത്. എന്നിട്ട് ദഹിണില്ല. പള്ളിയിലെ വിളക്ക്, പിന്നെ വീട്ടില് വിളക്ക്, റോട്ടിലൊക്കെ വിളക്ക്, വണ്ടിമ്മ വിളക്ക് ഒക്കെ ലൈറ്റിട്ട് പോലെ, എന്നിട്ടും ദഹിണില്ല. എന്നിട്ട് വോൾട്ടേജ് കുറവാണ് എന്നിട്ടും കുഴി ചാടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് ചിന്തിച്ചാ പോരെ? അള്ളാഹുവിന്റെ വിളക്കിനെ കുറിച്ച് ചിന്തിച്ചാ പോരെ? വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين. 500 കോടി കൊല്ലായി ഒരഭിപ്രായ പ്രകാരം സൂര്യനാകുന്ന വിളക്ക് കത്തിക്കറങ്ങാൻ തുടങ്ങിയിട്ട് 500 കോടി കൊല്ലായി. എങ്ങനെയാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്? ഹൈഡ്രജൻ ആണ് അതിന്റെ ഉള്ളിലുള്ളത് 70%. അത് ഹീലിയമായി മാറുക. അപ്പോ ഊർജത്തിന്റെ ഒരു പിണ്ഡം ഒരു ചെറുത് പുറത്തേക്ക് തെറിക്കും. അതാണ് പ്രകാശോർജമായിട്ട് ഭൂമിയിൽ വരുന്നത്. ആ പ്രവർത്തനം തുടങ്ങിയിട്ട് 500 കോടി കൊല്ലായി. അതിനെങ്ങാനൊരു പാളിച്ച സംഭവിച്ചാൽ നമ്മളെ കാര്യം എന്താ? അപ്പൊ ഖുർആനാകുന്ന പ്രകാശം മനസ്സിലാക്കാൻ കഴിയാത്തവരെ തൽക്കാലം ഖുർആൻ അവിടെ വെച്ചിട്ട് നിങ്ങൾ മേപ്പെട്ടൊക്കെ നോക്കി, അവിടെ ഉണ്ട് ഒരു പ്രകാശം. വേറെ ചില ആളുകൾ അറിഞ്ഞു അങ്ങനെ മേലിന് താഴത്തേക്ക് പ്രകാശം വരുന്നില്ല ഖുർആൻ വന്നപ്പോഴേ. അല്ലമ്മൽ ഖുർആൻ അങ്ങനെ മേലിന് താഴത്തേക്ക് അങ്ങനത്തെ ഒരു പ്രകാശം ഒന്നും വരില്ല. അപ്പൊ അള്ളാഹു തആല അതിന് മറുപടി കൊടുത്താണ്. ഒന്നും കൂടി, അശംസു വൽ ഖമറു ബിഹുസ്ബാൻ. ആര് പറഞ്ഞു വരൂല? അപ്പൊ സൂര്യന്റെ പ്രകാശം മേലിന് താഴേക്കല്ലേ വന്ന്? ആ മേലേന്ന് താഴേക്ക് പ്രകാശം വരൂല എന്ന് പറയുന്ന വെറുതെയാണ്. സൂര്യന്റെ പ്രകാശം നിങ്ങൾക്ക് മേലേന്ന് താഴേക്കല്ല വന്നേ. അതുപോലെ ജിബ്രീൽ ഇസ്ലാം എന്തുകൊണ്ട് മേലേന്ന് താഴേക്ക് വേറെ പ്രകാശമായിട്ട് വന്നുകൂടാ? അവർക്ക് ആ നിൽക്കുള്ള അങ്ങനെ മറുപടി, മറ്റുള്ളവർക്ക് ഇങ്ങനെ മറുപടി, ഖുർആൻ നോക്കിയിട്ട് തിരിയാത്തവർക്ക് അവിടെ വേറെ മറുപടി. സുബ്ഹാനല്ലാഹ്. ഒറ്റ ആയത്തിൽ എന്തെല്ലാം ധ്വനികളാണ്! അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. ഈ ഒറ്റ സൂര്യനെ പഠിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്. റൂബി എന്നുള്ളൊരു യുക്തിവാദി ഉണ്ടായിരുന്നു. അയാളെ പേര് റൂബി എന്നാണ്. അയാൾ അള്ളാഹിനെ നിഷേധിച്ചതുപോലെ ഇപ്പൊ ജബ്ബാർ ഭാഷ പോലും നിഷേധിക്കുന്നില്ല. ഇസ്ലാമിന്റെ കടുത്ത വിരോധി. നിങ്ങൾ അടിച്ചു നോക്കിയ യൂട്യൂബിൽ അടിച്ചു നോക്കിയത് കിട്ടും. റൂബി അടിച്ചു നോക്കിയാൽ നമുക്ക് റൂബി അദ്ദേഹത്തിന് കിട്ടും. ഇനി അദ്ദേഹത്തിന് കേൾക്കാം, അദ്ദേഹത്തിന്റെ വായിക്കാം. ഞാൻ കുറെ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകം. അതുകൊണ്ട് അദ്ദേഹം കുറെ ഇസ്ലാമിനെ വിമർശിച്ചു, പടച്ചോനെ നിഷേധിച്ചു. അങ്ങനെ പോണ സമയത്ത് ആരൊരാള് പറഞ്ഞു, ഒന്നും കൂടി ചിന്തിച്ചൂടെ? ഇവർക്കൊക്കെ വേണ്ടതാണ്, നമ്മളെങ്ങനെ മറുപടി കൊടുക്കല്ലേ വേണ്ടത്, ഒന്ന് ചിന്തിച്ചൂടെ? പറഞ്ഞാൽ മതി, ഒന്ന് ചിന്തിച്ചൂടെ? അപ്പൊ അയാൾ ഒരുപാട് മതങ്ങളെ പുരോഹിതന്മാരൊക്കെ പോയി കണ്ടു. ഇയാൾക്ക് ചോദിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിനൊന്നും അവരിന്ന് തൃപ്തികരമായ മറുപടി കിട്ടുന്നില്ല. അപ്പൊ ഇയാള് പിന്നെ നിഷേധിച്ച് അങ്ങനെ നടന്നു. അപ്പൊ ആരോ പറഞ്ഞു, ഇസ്ലാമിന്റെ പണ്ഡിതന്മാരെ കണ്ടോ? അതെന്ത് കാണാൻ? തൊപ്പിന്റെ ഉള്ളിൽ ബോംബ് കൊണ്ടെടുക്കുന്ന ആൾക്കാരല്ലേ. കാരണം അങ്ങനെയാണ് അറിവ്, അങ്ങനെയാണ് അറിവ്. ഇയാളെ അറിവ് അങ്ങനെയാണ്. എന്നാലും പള്ളിയിലെന്ന് കയറി കൂടെ? പള്ളി കയറി മിഹ്റാബിന്റെ ഉള്ളിൽ ബോംബല്ലേ, അവിടെ കയറിയ കൊല്ലൂലേ? പള്ളി കയറിയാണ്ട് കൊല്ലുന്നുള്ളതാണ് അറിവ്. അപ്പൊ ബുദ്ധിയുള്ള ഒരാൾ പറഞ്ഞു, കോടാനക്കോടികൾ തലയിലേറ്റൊരു മതല്ലേ ഇസ്ലാം. അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ചൊന്ന് പഠിക്കാനുള്ള ഒരു അവസരം വേണ്ട, എന്നിട്ട് പോരെ നിഷേധിക്കല്. അപ്പൊ അയാൾക്ക് തോന്നിയ ന്യായമാണ്, അതും കൂടി ഒന്ന് പഠിക്കാം. അങ്ങനെയാണ്
ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് ഒരു പള്ളിയിൽ പോയി. അവിടുത്തെ പള്ളിയിൽ ഇമാം ആലിമാണ്, ആഫിദുമാണ്, ദാവത്തിൽ ഉറച്ചിരിക്കുന്ന ആള്. മൂപ്പര് ഇയാളെ കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു. കാരണം എല്ലാ മതങ്ങളെയും നിഷേധിക്കുന്ന ഇസ്ലാമിനെ പ്രത്യേകിച്ച് കടിച്ചു കീറുന്ന റൂബിനെ മുമ്പിലുള്ളത്. എന്തേന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. മേൽക്കൊണ്ടായി ഇയാളെ റൂമിലിരുത്തി ചായ കൊടുത്തു. അതോടുകൂടി പകുതിയും കഴിഞ്ഞു. കാരണം ഇങ്ങനെ സ്വീകരിക്കുന്ന ഉറപ്പില്ല. ബോംബുണ്ടാവുമെന്ന് പേടിച്ചു തരുന്ന ആൾക്കാണ് ചായ കൊടുക്കുന്നത്. അതോടുകൂടി കേൾക്കാനുള്ള ഒരു മനസ്സ് വന്നു. അയാൾ എന്ത് സംശയം ചോദിച്ചാലും ആ പള്ളിയിൽ ഇമാം ആയത്തോതിറ്റാ മറുപടി പറയണം. അപ്പൊ റോബിൻ ചോദിച്ചു, ഞാനിങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോ നിങ്ങളെന്താ ഈ ആയത്തോതിട്ട് നിങ്ങൾക്ക് മറുപടി ഒന്നുമില്ലേ ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ഇത് റോബിൻ നിങ്ങളെ എന്നെയും സൂര്യനും ചന്ദ്രനും ഈ പ്രപഞ്ചമാസകലം സൃഷ്ടിച്ച പടച്ചോന്റെ മറുപടിയാണ്. അതിന്റെ മേലൊരു മറുപടി എനിക്ക് പറയാല്ലേ. നിങ്ങൾ എന്ത് ചോദിച്ചാലും അതിന്റെ മറുപടി റബ്ബ് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്കത് ഉദ്ധരിച്ചാൽ മതി, ഞാൻ പറഞ്ഞു എത്തൂല. ഇതിന്റെ റബ്ബിന്റെ മറുപടിയാണ്, നിങ്ങളെ റബ്ബിന്റെ മറുപടിയാണ്. അതിൽ റബ്ബിന്റെ തൽക്കമല്ലാതെ കൊണ്ടത്. എന്ത് ചോദിച്ചാലും റബ്ബിന്റെ മറുപടി പറയും. മൂപ്പര് വേഗം റൂമിൽ കയറി. അവിടെ കുറെ പുസ്തകങ്ങളുണ്ട്. ഇവിടുന്ന് ഒരു ഇംഗ്ലീഷില് ട്രാൻസ്ലേറ്റിലെ ഖുർആന്റെ കോപ്പി വാങ്ങിയിട്ട് ആ പരിഭാഷ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. രാത്രി കറണ്ട് പോയി, മെഴുത്തിരി കത്തിച്ച് വായന തുടർന്നു. അതാണ് ബുദ്ധിയുള്ള ആള്. വായന തുടർന്നു. ഇടക്ക് മൂപ്പര് ഉറക്കം വന്നപ്പോ പരിഭാഷ കൂട്ടി, എന്നിട്ട് ദ്വാരുന്നു അയാളെ ഭാഷയിൽ. അപ്പോഴേക്ക് അങ്ങനെ പാകപ്പെട്ടു. അയാളൊരു ഭാഷയിൽ, ദൈവമേ ഇത് സത്യമാണെങ്കിൽ ഞാൻ വിശ്വസിക്കാൻ പോവാണ്. എനിക്കൊരു ദൃഷ്ടാന്തം കാണിച്ച, അതാ നീ എനിക്കൊരു ദൃഷ്ടാന്തം കാണിച്ച, ഇത് സത്യമാണെങ്കിൽ എന്നാ ഞാൻ ഇപ്പൊ വിശ്വസിക്കും. അതിന് എന്താ ദൃഷ്ടാന്തം? അയാളെന്നെ അള്ളാഹ്ക്ക് നിശ്ചയിച്ചു കൊടുക്കാം. ഇപ്പൊ എന്റെ ഈ മെഴുകുതിരി അതിങ്ങനെ മേലക്ക് പൊന്തുക, താഴത്തേക്ക് ഇറങ്ങുക, ഇതൊന്ന് കണ്ടാ ഞാൻ ഇപ്പൊ വിശ്വസിക്കും. രാത്രി മൂപ്പര് കത്തിച്ച മെഴുകുതിരി പഠിച്ചൊന്ന് മേൽക്ക് പൊന്തിക്കുക, എന്നിട്ട് താഴത്തേക്ക് തന്നെ കൊണ്ടുവരിക. എന്നാ മൂപ്പര് മുസ്ലിം ആവാം. ആ കണ്ടീഷനിൽ മൂപ്പര് ദൈവമേ എന്ന് വിളിച്ചതുമായിരുന്നു. അപ്പോഴേക്ക് ഉറക്കം വന്നു. മെഴുത്തിരി പൊന്തിയിട്ടൊന്നുമില്ല, മെഴുത്തിരി ഇങ്ങനെ പൊന്താൻ നിൽക്കുക. അയാൾ എണീച്ചപ്പോ മെഴുത്തിരി അവിടെ തന്നെയുണ്ട്. അപ്പൊ മൂപ്പര് ഇതെന്തിയപ്പോ ദൈവം ഒന്നും ചെയ്തു തരാത്തെന്നുള്ളവർക്ക് മൂപ്പരിങ്ങനെ ചൊറിഞ്ഞിങ്ങാണ്ട് ഒന്നും കൂടി ഖുർആൻ എടുത്തേക്ക് കണ്ട ആയത്താണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. രാത്രിയും പകലും മാറി വരുന്നു. സൂര്യനും ചന്ദ്രനും അടങ്ങി പ്രപഞ്ചം. ഇതൊക്കെ ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തല്ലേ എന്നാണ് ആയത്ത് ചോദിക്കുന്നത്. അതിലാണ് റൂബി മണ്ടൊക്കെ അടിച്ചത്. ഈ സൂര്യനും ചന്ദ്രനും ഉദിക്കണ് അസ്തമിക്കണ് ഇതൊക്കെ കണ്ടിട്ട് ഇനിയിപ്പൊ ഈ വിളക്കൊന്ന് പൊന്തണം എന്ന് പറഞ്ഞാല് ഇതിനേക്കാളും വലിയ ബുദ്ധിയുണ്ടോ? എല്ലാവർക്കും വേണ്ടിയിട്ടല്ല ആ വിളക്കുള്ളത്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വിളക്ക് അള്ള അവിടെ വെച്ചിട്ടുണ്ട്. അത് കറങ്ങണ്, ചലിക്കണ്, പ്രകാശിക്കണ്, അസ്തമിക്കണ്. ഇതൊക്കെ കണ്ടിട്ട് മെഴുത്തിരി കുറ്റി ഒന്ന് പൊന്തണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതൊക്കെ ബുദ്ധി ഉണ്ട് എന്ന് പറയാം. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂൽ വെറുതെ പറയില്ല. റൂബിന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കി, അദ്ദേഹത്തിന്റെ പ്രസംഗം താടിയുണ്ട്, തൊപ്പിയുണ്ട്, പ്രസംഗം വരും. സൂര്യനെ കുറിച്ച് പഠിച്ചതാണ്, ചന്ദ്രനെ കുറിച്ച് പഠിച്ചതാണ്, രാത്രിയെ കുറിച്ച് പഠിച്ചതാണ്. ഇതൊക്കെ ദൃഷ്ടാന്താണ്. ഖുർആൻ മനസ്സിലാക്കിയിട്ട് ആയത്ത് മനസ്സിലാക്കാൻ കഴിയാത്ത ഇതും ആയത്താണ്. ഇത് മാത്രല്ല ആയത്ത്. മേലേക്ക് നോക്കിയാലും ആയത്ത്, താഴേക്ക് നോക്കിയാലും ആയത്ത്. രണ്ടായത്തിന്റെ ഇടയിൽ നമ്മളുള്ളത്. മേപ്പിട്ട് നോക്കിയാൽ ആയത്ത്, കീപ്പിട്ട് നോക്കിയാലും ആയത്ത്. ഇനി അള്ളാനെ തിരിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ ആയത്താണ്. ഇതൊന്നും ചൂഷണത്തിനുള്ളതല്ല. മുസ്തഫ നബിയുടെ ഒരു മോന് മരിച്ചു. ആൺകുട്ടി മരിച്ചപ്പോ അന്ന് ഗ്രഹണം ഉണ്ടായി. ഗ്രഹണം ഉണ്ടായപ്പോ മക്കയിലെ ആളുകളൊക്കെ പറഞ്ഞു, മുഹമ്മദ് നബിയുടെ മോന് മരിച്ചപ്പോ ചന്ദ്രനും സൂര്യനൊക്കെ പിണങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത പ്രചരണങ്ങൾ. ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ, പ്രചരണം കണ്ടു തുടങ്ങി. ഒരു ആത്മീയ ചൂഷണം ചെയ്യുന്ന ആളാണെങ്കിൽ എന്തെല്ലാം അവിടെ പറഞ്ഞുണ്ടാക്കാൻ ആൾക്കാരെ വിളിച്ചുകൂട്ടിയിട്ട് അങ്ങനെ തന്നെയാണ്. എന്റെ മോൻ മരിച്ചപ്പോ കണ്ടില്ല നിങ്ങള്, പ്രകൃതി പ്രതിഷേധിക്കണ് എന്ന് പറഞ്ഞാൽ അതൊരു മോചിതത്തായിട്ട് വരും. ആ കിതാബിലൊക്കെ നിറയും. എളുപ്പമുണ്ട്. പക്ഷേ പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ചു, തിരുത്തേണ്ടത് തിരുത്തി. മുഹമ്മദ് മുസ്തഫ കാബത്തിന്റെ ഉള്ളിൽ നിന്ന് എല്ലാ കല്ലെടുത്ത് പുറത്താക്കി. ബാത്തിലായ കല്ല് മുഴുവനും, വിശ്വാസം കളഞ്ഞു വിളിക്കുന്ന കല്ലുകൾ മുഴുവനും പുറത്താക്കി. എന്നാൽ റബ്ബിന്റെ ചിഹ്നമായ കുഫറും ശിർക്കും വരാത്തൊരു കല്ല് ഹജറുൽ അസ്വദ് അതവിടെ വെക്കും ചെയ്തു. അപ്പൊ കല്ലിനോടുള്ള വിരോധമല്ല, അങ്ങനെയാണെങ്കിൽ അതെടുത്ത് ഒഴിവാക്കട്ടെ.
കല്ലിനോടുള്ള വിരോധമാണെങ്കിൽ ഇബ്രാഹിം മക്കാം എടുത്ത് ഒഴിവാക്കണ്ടേ? കല്ലിനോടുള്ള വിരോധമാണെങ്കിൽ കല്ലുകൊണ്ട് കാബ ഉണ്ടാക്കാൻ പറ്റും. കല്ലിനോടുള്ള വിരോധമല്ല, കല്ലുമ്മക്കൂടി വിശ്വാസം ചെയ്യാൻ പാടില്ല. അപ്പൊ വിശ്വാസം ചെയ്യുന്ന കല്ലുകളൊക്കെ എടുത്ത് മാറ്റി വിശ്വാസം ചെയ്യാത്ത കല്ലവിടെ വെച്ചു. എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു ഗ്രഹണം അന്ന് ഉണ്ടാക്കിയപ്പോ അതിലൂടെ ജനങ്ങളുടെ വിശ്വാസം നാറാൻ പോവുക. പക്ഷെ അത് മാറ്റിവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ നിലയിൽ കൃത്രിമമായ ഒരു ഗ്രേഡ് ഉണ്ടാക്കാം. എന്റെ മോൻ മരിച്ചുകൊണ്ട് പ്രകൃതി പ്രതിഷേധിച്ചാണെന്ന് പറയാം. അത് പറഞ്ഞില്ല, കാരണം അത് സത്യസന്ധമല്ല. ഇതിങ്ങനെ പ്രചരണമായപ്പോ എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരിക്കലും അല്ല. ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ്. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്താണ്. ഒരാൾ ജനിച്ചതിന്റെ പേരിലോ ഒരാൾ മരിച്ചതിന്റെ പേരിലോ ഗ്രഹണം ഉണ്ടാവൂല, അവിടെ ഒന്നും സംഭവിക്കൂല. അതൊന്നും പറഞ്ഞു നടക്കലേ, അതൊക്കെ വെറുതെ പറയാണ്. ഇത് പടച്ചോന്റെ ദൃഷ്ടാന്താണ്, അള്ളാഹിനെ അറിയാനുള്ള ഗ്രഹങ്ങളാണ് എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. അത് വലിയ ദൃഷ്ടാന്തമാണ്. അശംസു വൽ ഖമറു ബിഹുസ്ബാൻ. നമ്മൾ ഒന്നും നോക്കണ്ട, ഉദയ സൂര്യൻ എങ്ങനെ നോക്കിയാൽ മതി. ആ സമയത്ത് കണ്ണിന് വലിയ പ്രശ്നമില്ല, ഉച്ച സമയത്ത് നോക്കാൻ പറ്റണില്ല, വൈകുന്നേര സമയത്ത് വലിയ പ്രശ്നമില്ല. പ്രകാശം ഇങ്ങനെ നിയന്ത്രിക്കുകയാണ് നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ. ഇപ്പൊ നല്ല ചൂടാണ്, പക്ഷെ സൂര്യനുള്ള പൊസിഷൻ ഉണ്ട്. അവിടുന്ന് ഒരു ഇഞ്ച് താഴേക്ക് ഇറങ്ങിയാൽ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഓരോ വിളക്കത്ത് വെച്ച മാതിരി നിൽക്കാൻ കഴിയും. മേൽക്ക് കയറിയാലോ തണുത്ത് ഊറിയിട്ട് ഭൂമിയിൽ നമ്മൾ മരിച്ചു പോകും. താഴത്തേക്ക് ഇറങ്ങിയാലോ ചൂടായിട്ട് നമ്മളെ തലച്ചോറ് പതച്ചിട്ട് നമ്മൾ മരിച്ചു പോകും. അതിന്റെ ഹുസ്ബാൻ, അശംസു വൽ ഖമറു ബിഹുസ്ബാൻ, നിശ്ചിത അളവിൽ അള്ളാഹു അതിനെ ചലിപ്പിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഇത് ചിന്തിച്ചാൽ തന്നെ റബ്ബിന്റെ മുമ്പിൽ ഊര ഒടിഞ്ഞ് തല കുത്തി സുജൂദ് ചെയ്യും. ഇനി അതിന്റെ വർത്താനാണ് അപ്പുറത്ത് പറഞ്ഞ്, നിങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റണില്ലേ? മനുഷ്യന്മാരല്ലോ ബാക്കില്. ഖുർആനിലൊരു സ്ഥലത്ത് ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട്, മനുഷ്യനേക്കാളും വഴിപ്പെടുന്നാണ് കുതിരാന്ന്. ആയത്താണ് കുതിരനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാലും ശരിക്കുള്ള കുതിര അള്ളാഹ്ക്ക് വഴിപ്പെടുന്നുണ്ട്, യജമാനും വഴിപ്പെടുന്നുണ്ട്. എന്നാല് മനുഷ്യൻ അള്ളാഹ്ക്ക് വഴിപ്പെടാത്ത കുതിരകളായിട്ട് മാറുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഈ ആയത്ത് നമ്മൾ ചിന്തിക്കണം. ആയത്തുകൾ ഓതിപ്പോയ പോരാ, ചിന്തിക്കാനുള്ളതാണ്. അശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യനും ചന്ദ്രനും നിശ്ചിത അളവിൽ, നിശ്ചിത സമയത്ത്, നിശ്ചിത രൂപത്തിൽ പ്രത്യേകമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഗോളങ്ങളാണ്. മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇത് രണ്ടും പറയുന്നത്. അപ്പൊ അവിടെ വേറൊരു കാര്യം കൂടി, മനുഷ്യന്റെ ഉപകാരത്തിന് ഗോളങ്ങളുടെ കൂട്ടത്തിൽ ഇത് രണ്ടും പ്രവർത്തിക്കുന്നത് പോലെ വേറൊന്നും പ്രവർത്തിക്കുന്നില്ല. നക്ഷത്രങ്ങൾ ധാരാളമുണ്ട്, 30,000 കോടി നക്ഷത്രങ്ങൾ, 30,000 കോടി നക്ഷത്രങ്ങൾ. ക്ഷീരപഥം മിൽക്കി വേ കാണുന്ന ഈ സ്ഥലത്ത് തന്നെ 10,000 കോടി നക്ഷത്രങ്ങൾ. അതിലൊരു ചെറുത് മാത്രമാണ് സൂര്യൻ. അത് ഭൂമിനേക്കാൾ 10 ലക്ഷം മടങ്ങ് വലുപ്പമുണ്ട്. മാഷാ അല്ലാഹ്. ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? ഇതൊക്കെ ഒരു പൊട്ടിച്ച് ഒന്നുകൊണ്ട് പൊട്ടിയപ്പോ ബിഗ് ബാങ് തിയറി, ഒന്നുകൊണ്ട് പൊട്ടിയപ്പോ സ്വാഭാവികമായി സ്വയം ഉണ്ടായതാന്ന് പറഞ്ഞാൽ അത് പറയാൻ മാത്രമേ മനുഷ്യന്റെ തലച്ചോറ് ചുരുങ്ങിയാല് അവ രണ്ട് കാലുമ്പോ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള നമ്മൾ അത്ഭുതം. സുബ്ഹാനല്ലാഹ്. ഇത്ര വ്യവസ്ഥാപിതമായ ഗ്രഹങ്ങളൊക്കെ സ്വയം അങ്ങോട്ട് പൊട്ടിച്ചതറി ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ അത് ഏതുപോലെ എന്നറിയോ? മനോഹരമായ കവിത. അത് മഷിക്കുപ്പി വീണപ്പോ കവിത വിരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ? ഇത് മാപ്പാന്റെ മഷിക്കുപ്പി ഉണ്ടായിരുന്നു, അതാണ്ട് മറിഞ്ഞു വീണു. പിന്നെ നോക്കുമ്പോ ഒരു കവിത എന്ന് പറഞ്ഞാൽ അത് പിന്നെയും വിശ്വസിക്കാം. ഇതെങ്ങനെ വിശ്വസിക്കാം? ഹോട്ടല് പൊട്ടിത്തെറിച്ചിട്ടാണ് പൊറോട്ട ഉണ്ടായതെന്ന് പറയാൻ പറ്റും. ഹോട്ടല് പൊട്ടിത്തെറിച്ചിട്ടാണ് പഴംപൊരി ഉണ്ടായതെന്ന് പറയാൻ പറ്റും. ഹോട്ടല് പൊട്ടിത്തെറിച്ചിട്ടാണ് ഉണ്ടെന്നിട്ടില്ല ഉണ്ട. ഒരാൾ പറയാണ് ഈ ഉണ്ട എങ്ങനെ ഉണ്ടായത്? നമ്മളെ കുഞ്ഞാമീന്റെ ഹോട്ടലാണ് പൊട്ടിത്തെറിച്ചപ്പോഴേ ഉണ്ടായതാണ്. അതുപോലെയാണ് ബിഗ് ബാങ് തിയറിയിലൂടെയാണ് ഭൂമി. ബിഗ് ബാങ് തിയറി ആരാ ഉണ്ടാക്കിയത്? ആ പൊട്ടിത്തെറി ആരാ ഉണ്ടാക്കിയത്? അള്ളാഹ് പറയുന്നത് ഞാനാണ്. അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖാ. ഖുർആൻ. അവലം യറല്ലദീന കഫറു, അവിശ്വാസികൾ മനസ്സിലാക്കിയില്ലേ? അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖാ, ആകാശം ഭൂമിയൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. ഇതിൽ പൊട്ടലുണ്ടാക്കി നമ്മളാണെന്നാ ഖുർആൻ പറയുന്നത്.
പക്ഷെ ആ വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കണം.